أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. قال ألم أقل إنك لن تستطيع معي صبرا. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. قال ألم أقل لك إنك لن تستطيع معي صبرا. قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. സദഖല്ലാഹു അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് അഥവാ ഗുഹ, ഈ സൂറത്തിൻ്റെ 71 മുതൽ 76 കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൻതലഖാ ഹത്താ ഇദാ റകിബാ ഫിസ്സഫീനത്തി ഖറഖഹാ. ഫൻതലഖ, അങ്ങനെ അവർ രണ്ടുപേരും യാത്ര പോയി. ഹത്താ ഇദാ റകിബാ ഫിസ്സഫീനത്തി, അങ്ങനെ അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി. ഖറഖഹ, അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഹിളർ ആ കപ്പലിനെ ഓട്ടയാക്കി, ദ്വാരമിട്ടു. ഖാല, അപ്പം മൂസാ അലൈഹി സ്വലാം ചോദിച്ചു, അഖറഖതഹ, താങ്കൾ ഇതിൽ ദ്വാരമിടുകയാണോ? ലിതുഗ്രിഖ അഹ്ലഹ, ഈ കപ്പലിലെ ആളുകൾ മരിക്കാൻ വേണ്ടിയിട്ട്, മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട്? ലഖദ് ജിഇത ശൈഅൻ ഇംറാ, തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് താങ്കൾ ചെയ്തത്. ലഖദ് ജിഇത, തീർച്ചയായും താങ്കൾ ചെയ്തത് ശൈഅൻ ഇംറാ, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ഹിളർ പറഞ്ഞു, അലമക്കുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്നക്ക, തീർച്ചയായും നീ, ലൻ തസ്തതിയ മഅയ സബ്റ, എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന്. എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ താങ്കളോട് പറഞ്ഞിട്ടില്ലേ? ഖാല, അപ്പം മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, ലാ തുആഖിദ്നി, താങ്കൾ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത്, അല്ലെങ്കിൽ താങ്കൾ എൻ്റെ പേരിൽ നടപടി സ്വീകരിക്കരുത്. ബിമാ നസീതു, ഞാൻ മറന്നുപോയ കാരണത്താൽ താങ്കൾ എൻ്റെ പേരിൽ നടപടികൾ സ്വീകരിക്കരുത്. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, താങ്കൾ ഒരിക്കലും തന്നെ എൻ്റെ കാര്യത്തിൽ വിഷമകരമായ യാതൊന്നും നിർബന്ധിക്കരുത്. വലാ തുർഹിഖ്നി, താങ്കൾ എന്നെ നിർബന്ധിക്കരുത്. മിൻ അംരി, എൻ്റെ കാര്യത്തിൽ ഉസ്റ, വളരെ പ്രയാസമുള്ള ഒരു കാര്യവും. ഫൻതലഖ, വീണ്ടും അവർ രണ്ടുപേരും യാത്ര പുറപ്പെട്ടു. ഹത്താ ഇദാ ലഖിയ, അങ്ങനെ അവർ രണ്ടുപേരും കണ്ടു ഗുലാമൻ, ഒരു കുട്ടിയെ. ഗുലാമിന് യുവാവ് എന്ന അർത്ഥം പറഞ്ഞ ആളുകളുണ്ട്. ഏതായാലും ഒരു കുട്ടിയെ അവർ വഴിയിൽ അവിടെ വെച്ച് കണ്ടു. ഫഖതലഹു, അപ്പോൾ ഹിളർ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ഖാല,
അപ്പം മൂസ അലൈഹി സ്വലാം ചോദിച്ചു, ആ ഖതൽ നഫ്സൻ സക്കിയത്തൻ, താങ്കൾ കുറ്റമൊന്നും ചെയ്യാത്ത ഒരാളെ കൊല്ലുകയാണോ? ആ ഖതൽത്ത നഫ്സൻ, താങ്കൾ ഒരാളെ കൊല്ലുകയാണോ? സക്കിയത്തൻ, ഒരു പവിത്രമായ പരിശുദ്ധമായ അവസ്ഥയിലുള്ള ഒരാളെ, ബി ഗൈരി നഫ്സിൻ, മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ, കൊന്ന ഒരാളെ അല്ലാതെ, ലഖദ് ജയ്ത ഷൈഅൻ നുക്ര, ഏതായാലും ഇത് ഏറ്റവും നിഷിദ്ധമായ ഒരു കാര്യം തന്നെയാണ്, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. കാല, അപ്പോൾ ഈ ഹിദ്ർ വീണ്ടും പറഞ്ഞു, അലം അക്കൊല്ലക്ക, ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ, ലൻ തസ്തീയ, താങ്കൾക്ക് കഴിയില്ല എന്ന് മഴയ എൻ്റെ കൂടെ സുബറ, ക്ഷമിച്ച് കഴിയാൻ, എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ കഴിയില്ല താങ്കൾക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. കാല, അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇൻ സഅൽതുക, ഞാൻ ചോദിക്കുകയാണെങ്കിൽ, അൻ ഷൈഇൻ, എന്തിനെ പറ്റിയെങ്കിലും, ബഅദഹ, ഇതിന് ശേഷം ഞാൻ താങ്കളോട് എന്തെങ്കിലും ചോദിക്കുകയാണ് എങ്കിൽ, ഫലാ തുസാഹിബിനി, താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല. അത് ബലഗത, തീർച്ചയായും താങ്കൾക്ക് എത്തിയിട്ടുണ്ട്, മില്ലദുന്നി, എൻ്റെ അടുക്കൽ നിന്ന്, ഉസ്റ, കൃത്യമായ ഒരു ന്യായമായ കാരണം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും ഒന്ന് എന്നിൽ നിന്ന് വന്നാൽ താങ്കൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല, പിരിച്ചയക്കാം. മൂസ അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ഹിദറിൻ്റെ കൂടെ. അവർ രണ്ടുപേരും യാത്ര പുറപ്പെട്ടത് ഒരു കപ്പലിലാണ്. ആ കപ്പൽ അവർക്ക് വേണ്ടി നിർത്തി തന്നു. അവരെ രണ്ടുപേരെയും കയറ്റി കുറച്ച് ദൂരെ പോയപ്പോൾ ഹിദർ ആ കപ്പലിൻ്റെ അടിഭാഗത്ത് ഒരു ദ്വാരമിടുകയാണ്. അതോടുകൂടി മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആകെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തതുപോലെ തന്നെയായത്. അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിലുള്ള ആളുകളൊക്കെ മരിച്ചു, ഈ കപ്പലിൽ വെള്ളം കയറും, മാന്യമായി നമ്മളെ കയറ്റിയ കപ്പൽ ജീവനക്കാരോടും അതുപോലെ തന്നെ കപ്പലിലുള്ള മറ്റുള്ള ആൾക്കാരോടും ചെയ്യുന്ന ദ്രോഹമാണിത് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹത്ത ഇദാറക്കി ഫന്തലക്ക, അങ്ങനെ രണ്ടുപേരും യാത്ര ചെയ്തു. ഹത്ത ഇദാറക്കി ഫി സഫീനത്തി, അവർ രണ്ടുപേരും കപ്പലിൽ യാത്ര ചെയ്തു, കയറി. ഖറഖഹ, അപ്പം അദ്ദേഹം അതിനൊരു ദ്വാരട്ടു. കാല, അപ്പം അദ്ദേഹം ചോദിക്കണം, ഖറഖതഹ, താങ്കൾ ഇതിന് ദ്വാരടണോ, ഓട്ടയാക്കണോ? ലി തുഗരിക്കാഹലഹ, ഇതിലുള്ള ആളുകൾ മുങ്ങി മരിക്കാൻ വേണ്ടിയിട്ട്. ലഖത്ത് ഷൈഅൻ ഇമ്ര, ഇത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് താങ്കൾ ചെയ്തത്. അതിൻ്റെ മറ്റ് വശങ്ങളിൽ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. കപ്പലിലുള്ള ആളുകളെ ഒന്നായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ദ്വാരടരുത് എന്നുള്ളതാണ് അദ്ദേഹം ആ സാധാരണഗതിയിലുള്ള കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, പറഞ്ഞു, കാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്ര, എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ സാധ്യമല്ല താങ്കൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. കാരണം ഞാൻ ചെയ്യുന്ന ഒരു രീതി വേറെ ഒന്നാണ്. ആ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തത് മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളും പഠനങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ താങ്കളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. വീണ്ടും അതെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയണത്, കാലലാത്തു ആഹദ്രി വിമാനസീത്തു, ഞാൻ മറന്നു പോയതുകൊണ്ട് താങ്കൾ എൻ്റെ പേരിൽ നടപടികൾ സ്വീകരിക്കരുത്. മറവി ഒരിക്കലും തന്നെ ഒരു കുറ്റമായിട്ട്, വലിയൊരു കുറ്റമായിട്ട് എടുക്കാൻ പാടുള്ളതല്ല. മൂസ അലൈഹി ഇസ്ലാം ഈ മറവി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ പേരിൽ വേറെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മറന്നു പോയിട്ടാണ്, താങ്കളും ഞാൻ തമ്മിൽ ഇങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. വലാത്തുറഹിക്കനി മിനം ഡി ഒസ്ര, എൻ്റെ തുടർന്നുള്ള കാര്യത്തിൽ ഒരു പ്രയാസവും താങ്കൾ ഉണ്ടാക്കരുത്, എനിക്ക് ഈ കാര്യങ്ങളിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംസാരം നടന്നതോടുകൂടി യാതൊന്നിനും താങ്കൾ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്
പ്രയാസകരമായ വിഷമകരമായ ഒന്നിനും നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട്, മറന്നുപോയതാണെന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും യാത്ര തുടരുകയാണ് ചെയ്തത്. പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഫന്തലക്ക, അവർ കപ്പലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് നടന്നു പോവാണ്. പോകുന്ന വഴിയിൽ ഹത്തായിദാലക്കയ ഗുലാമൻ, ഏതോ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ എന്നും പറഞ്ഞിട്ടുണ്ട്, ഏതായാലും കുട്ടി എന്ന് തന്നെ അർത്ഥം പറയാം. ഒരു കുട്ടിയെ അവർ വഴിയിൽ നിന്ന് കാണുക. ഫഖതലഹു, ആ കുട്ടിയെ കൊന്നുകളയാണ്. ഒരു സാധാരണ ഒരു കുട്ടിയെ കൊല്ലുന്നത് പോലെയാണ് ഖുർആൻ ഈ കാര്യം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. മൂസാ അലൈഹി ഇസ്ലാമിന് അതുപോലെ തന്നെയാണ് ബോധ്യപ്പെട്ടത്. ഒരു കുട്ടി നിൽക്കുന്നു, അദ്ദേഹത്തെ പിടിച്ച് ഇയാൾ കൊല്ലുന്നു. എങ്ങനെ കൊന്നു എന്നൊന്നും ഖുർആൻ പറയുന്നില്ല. തലക്കടിച്ച് കൊന്നതാണെന്നും കാല് പിടിച്ചിട്ട് നിലത്തടിച്ച് കൊന്നതാണെന്നൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും ഖുർആൻ അതിനെ സംബന്ധിച്ച ആരൂപത്തിലൊന്നും പറഞ്ഞു തരാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൊന്നു എന്നതിൽ മാത്രം നിന്നാൽ മതി. ഏതായാലും കൊന്നു. മൂസാ അലൈഹി ഇസ്ലാമിന് സ്വാഭാവികമായും ദേഷ്യം വന്നു. കാല ഖത്തൽത നഫ്സൻ സക്കിയത്തൻ ബിഗൈരി നഫ്സിൻ, ഒരാൾക്ക് പകരമല്ലാതെ ഒരു നിരപരാധിയായ ഒരാളെ താങ്കൾ കൊല്ലണം. ഇത് ലഖദ് ഷൈഅൻ നുക്ര, അത് തീർച്ചയായിട്ടും നിഷിദ്ധമായൊരു കാര്യമാണ്. ഷൈഅൻ നുക്ര, പാടില്ലാത്തൊരു കാര്യമാണ് താങ്കൾ ചെയ്തത്. സാധാരണഗതിയിൽ ഒരാളെ പിടിച്ചിട്ട് കൊല്ലുക, വെറുതെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത കാര്യം തന്നെയാണ്. അത് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം മൂസാ അലൈഹി ഇസ്ലാം ഈ കാര്യം പറഞ്ഞത്. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും മൂസാ അലൈഹി ഇസ്ലാമിന് അറിയില്ല. കാല, അപ്പോൾ ഈ ഹിദർ വീണ്ടും പറയാണ്, അലം അഖുല്ലക, ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ, ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, എൻ്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധ്യമല്ല എന്ന്. ഇത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത്. അഖുൽ ലക്ക എന്നുകൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം, താങ്കളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന രൂപത്തിൽ. അപ്പം അത് അല്ലാതെ ഒരു വിമിഷ്ടമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല. നീ ഇനി എൻ്റെ കൂടെ വരണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇത് പറഞ്ഞപ്പോൾ കാല, മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇത് സാൽത്തുക്കാൻ ചെയ്യും പഴുത, അങ്ങോട്ട് പറയണം, ഇനി എൻ്റെ അടുത്തുനിന്ന് ഇതുപോലത്തെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫലാത്തു സാഹിബിനി, എന്നെ നിങ്ങൾ കൂടെ കൂട്ടണ്ട, സാഹിബാക്കണ്ട, സുഹൃത്താക്കണ്ട, കൂട്ടുകാരനാക്കണ്ട, എന്നെ പിരിച്ചണേ. കാരണം അത് ബലകത്തമില്ലത് എൻ്റെ അടുത്തുനിന്ന് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. എഴുതറ, ശരിക്കുള്ള ഒരു കാരണം കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ നിങ്ങൾ ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും വന്നാൽ ഒഴിവാക്കുക എന്നുള്ളത് മൂസാ അലൈഹി ഇസ്ലാം ഹിദറിനോട് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അല്ലാതെ ഇനി നീ എൻ്റെ കൂടെ കൂടണ്ട, എനിക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് 2 മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് അങ്ങോട്ട് പറയല്ല ചെയ്തത്. ചില കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൂസാ അലൈഹി ഇസ്ലാം പോയതെന്നും നമുക്ക് ബോധ്യമാണല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് പെട്ടെന്ന്, കാരണം കണ്ടാൽ നമ്മൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് മൂസാ അലൈഹി ഇസ്ലാം ചോദിച്ചിട്ടുള്ളത് എന്നതും വളരെ വ്യക്തമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന്, ഹിദറിൻ്റെ അടുക്കൽ നിന്ന് ഒരു നിലക്കുള്ള ദേഷ്യപ്പെടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും അവർ യാത്ര പുറപ്പെടുന്നതായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും ബോധ്യപ്പെട്ടതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.